ഒരു കപ്പൊക്കെ കുറച്ച് പുളിശ്ശേരി വെക്കാൻ തോന്നുന്നു. മോരറ്റം കൊണ്ടുവരുമ്പോ ഇതാണ് പെറുക്കാനും തുടങ്ങി. മീനൊന്നും കിട്ടിയില്ലേ? മീനൊന്നും ഇന്ന് പച്ചക്കറിയാണ്. ഉള്ളിത്തണ്ട് മറ്റേ നമ്മുടെ ഇത് പടവലങ്ങ. അതിനെ കൊണ്ടൊന്ന് ആക്കിക്കോ. മീന് പോയിട്ട് പച്ചക്കറി വാങ്ങിയിട്ടൊന്നും മീൻ വേണ്ട, ചൂട് കാലാവസ്ഥയല്ലേ. അപ്പം മീൻ വാങ്ങിയാൽ മോശമാണ്. പച്ചക്കറി മാത്രം വെക്കും, മീൻ നോക്കിയിട്ട് നോക്കും. പച്ചക്കറി മാത്രം വെക്കുമ്പോ മീൻ നോക്കിയാ. ഞാൻ പച്ചക്കറി വാങ്ങിച്ചു വരുമ്പോ അച്ഛനുള്ള മീനും കൊണ്ടുതന്നെ അല്ലേ കാണിച്ചേ. ചോന്ന മീനേ അത് പോയി അച്ഛൻ അതിലേ വരുന്നത് വാങ്ങി. ചോന്ന മീൻ പൊരിക്ക, പക്ഷെ അത് കാണിക്കുന്നില്ല അല്ലേ. പൊരിക്ക. ഇന്ന് നമ്മുടെ ഇത് പറഞ്ഞാല് നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ, അതുപോലെ തന്നെ പടവലങ്ങ കൊടുത്തേ. പടവലങ്ങ ചെമ്മീൻ ഇട്ടിട്ട് എന്നതിന് പറയുന്ന ഓലല്ലേ. പിന്നെ വറവ് തന്നെയാ. ഏയ് ഇത് നല്ല നാടൻ പടവലങ്ങ കേട്ടോ, നാടൻ പടവലങ്ങയാണ്. ഫസ്റ്റ് മനസ്സിലാക്കിയ പിന്നെ വൈകാറിഞ്ഞിട്ടേ ഇങ്ങനെ എനിക്ക് മനസ്സിലായ വീഡിയോന്റെ അർഷവല്ലോ തക്കാളിയും തിന്നില്ലേ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇന്ന് മീനില്ല, മീനുണ്ട്. ചാടല്ല പൊന്തിച്ച നാടൻ രണ്ടും കൂടിയല്ല, അത് വേറെ ഇത് വേറെ. രണ്ടും കൂടി 2025 ഭയങ്കര തമാശയാണ് കണ്ടല്ലോ കേട്ടാ. അത്താസ ഓർത്തനെ അത്താസ തറവാട്ടിൽ പോയിട്ടായില്ല അച്ഛൻ. ആയാ കഴുകിയായിട്ടുണ്ട്. ഇതെന്നാ വെച്ചത്രേ ഉള്ളി ചമ്മന്തിയാ, ഉള്ളിത്തയ്യ, അത് ഉള്ളിത്തണ്ട്. ഇത് നമ്മ ആദ്യമായിട്ട് ആക്കുന്നേ അല്ലേ. അപ്പൊ ആദ്യം നമ്മുടെ പടവലം അല്ലേ, പടവലം മുറിച്ചെടുക്കാം. എന്തേ മൂത്തിട്ടല്ല, ചള്ളാന്നല്ലേ. ചള്ളു സാധനമാണ്, നാടൻ സാധനം പറഞ്ഞിട്ട് ഞാൻ വാങ്ങിനേ. ഇപ്പൊ ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടാവുന്ന സമയല്ലേ, അതുകൊണ്ട് നാടൻ തന്നെ ആയിരിക്കും അല്ലേ. നാടൻ തന്നെയാന്ന് വിചാരിക്കാം, കുത്തി നോക്കാന്നാവില്ല. പക്ഷെ നാടൻ തന്നെ തോന്നുന്നു ഇത് കണ്ടിട്ട്. എളുപ്പാന്നല്ലേ മുറിക്കൽ എളുപ്പല്ലേ. അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ കറിവേപ്പിലുമായി വരുന്നുണ്ട്. കറിവേപ്പില കിട്ടി നിലച്ചാ അവിടെ വെച്ചേ. അച്ഛാ ഇതെന്നാ അറിയാ അച്ഛനീ, ഇതെന്നാന്ന് അച്ഛനറിയാട്ടാ. ഉള്ളിയിലെ തണ്ട് അല്ലേ. ഞാൻ വെച്ച അച്ഛൻ അറിയില്ലാന്ന്. ഇതുവരെ തിന്നു അച്ഛൻ തിന്നിനാ തിന്നിനാ അച്ഛൻ വറവാക്കിന് ഇതുവരെ. ഇതിന്റെ വറവ് തിന്നിനാ ഇല്ല അല്ലേ. എന്നാ ഇന്ന് നമുക്ക് തിന്നാ കേട്ടാ, വറവാക്കാം. ഇത് ചെമ്മീനിട്ടിട്ടാക്കാം അല്ലേ. ഇത് ചെമ്മീനിട്ടിട്ട് നല്ല രസല്ലേ. നച്ചെന്നാ പറയുന്നത് എന്റെ ചച്ചു. ഇത് കുമ്പളങ്ങ, ഇതാ പടവലങ്ങ. പറഞ്ഞേ പടവലങ്ങ. ഏടാ അവിടെ മീൻ വെച്ച് കഴിഞ്ഞാ പൂച്ച എടുത്തിട്ട് പോവേ. കളയല്ല കഴുകണം എടുത്തിട്ടേ പാട്ടോടി.
പാടേ പാട് നക്ഷത്രമൊക്കെ ഒരു മുസ്ലിം പാട്ട് പാട് പാട് പാടേ അറിയാം നക്ഷത്രം എപ്പം പാടുന്നുണ്ട് പാടേ പുഴ 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 നിറയണേ മഴ 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 പെയ്യണേ പുഴ 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 നിറയണേ മഴ മഴയത്ത് നനയണേ കുടയില്ലാത്ത കുട്ടിയോളെ ഹോയ് കുടയില്ലാത്ത കുട്ടിയോളെ ഹോയ് കുടയില്ലാത്ത കുട്ടിയോളെ ടീച്ചർ പിരിയലായി സുന്ദർ ടീച്ചർ സ്കൂളിൽ പിരിയില്ലേ സുന്ദർ ടീച്ചർ നക്ഷത്ര സൽമേരിസ് പോകുന്നുണ്ട് എന്തെയാ അതാണ് സൽമേരിസ് 5ാം ക്ലാസ് പോകുന്നുണ്ട് എന്തെയാ അതാണ് നോക്കണേ അതിലുണ്ടാ അച്ചു അതിലുണ്ടാ അച്ഛൻ വർഷം അച്ഛൻ അധികം തിന്നൊന്നുമില്ല ചെറിയ കഷ്ണമൊന്നും എന്തേ അച്ഛൻ അങ്ങനെ തിന്നൂലേ പക്ഷെ ഞാൻ തിന്ന അച്ഛന് ചെത്തിക്കൊടുത്തത് അച്ഛൻ അത്ര തിന്നൂല അച്ഛൻ വയറുവേന ഉണ്ട് അച്ഛൻ വയറുവേന ഉണ്ടാ വയലാനടുക്കും അത്തേട്ടും ചെയ്യും പോകാതെ അതുകൊണ്ടാ തിന്നാല് അച്ഛൻ അത്ര തിന്നൂലേ അതുകൊണ്ടാണ് കൊടുക്കാതെ കൊണ്ടൊന്നല്ല അങ്ങനെ വിചാരിക്കണ്ട തേച്ചും തിന്നാലും പ്രശ്നമില്ല അടുത്ത നമ്മുടെ ഉള്ളിത്തണ്ട് മുറിച്ചിടാം പരമാവധി ചെറുങ്ങനെ മുറിക്കണം അല്ലേ അപ്പൊ നമ്മുടെ ഉള്ളിത്തണ്ടും അരിഞ്ഞായിട്ടുണ്ടേ പെട്ടെന്ന് കാണുമ്പോ പയറ് പോലെ ഉണ്ടല്ലേ കോട്ടപ്പയർ ബീൻസ് അപ്പൊ ആദ്യം നമുക്ക് ഉള്ളിത്തണ്ടിലേക്ക് കൊണ്ടുവന്ന് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ പച്ചമുളക് ജീരകം കുറച്ച് മഞ്ഞപ്പൊടിയേ ഇതൊന്ന് ഒതുക്കണം അല്ലേ എന്നാ പിന്നെ ആദ്യം ഏതാക്കുന്നു അപ്പൊ ആദ്യം നമുക്ക് ഉള്ളിത്തണ്ട് തോരൻ ഓക്കെ ആദ്യം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് ഇട്ട് കൊടുക്ക അപ്പൊ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ കുറച്ച് ഉള്ളിയെ സവാള അരിഞ്ഞത് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക സൈഡ് അപ്പൊ ഇതിലേക്ക് തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ ഉള്ളിത്തണ്ട് ഈ നല്ലോണം കത്തുന്നുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഇത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ വെള്ളം വരുന്നുണ്ട് ഇനി അപ്പൊ ഇനി എന്നാന്ന് ഇനി നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിന് കേട്ടാ നമ്മുടെ ജാറിൽ അരപ്പ് പഠിച്ചിട്ട് അല്ലേ കുറച്ച് ഒഴിച്ചിനി ചിലപ്പം ഗ്യാസിൽ വെക്കുന്നവരിക്കാൻ അങ്ങനെ വേണ്ടില്ല അല്ലേ അടുപ്പ് ഇങ്ങനത്തെ വിറകടുപ്പായോണ്ട് അങ്ങനെ വെന്തിട്ടല്ല പെട്ടെന്ന് അതുകൊണ്ട് വേവ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി അല്ലേ
വേവും തന്നെ വെള്ളം ഇത് കുറച്ച് വേവ് ഉണ്ട് അല്ലേ? വേവുമ്പം തന്നെ കുറച്ച് വെള്ളം വേവ് ഉണ്ട് അല്ലേ ഈ സാധനത്തിന്? റെഡി ആയില്ലേ? എന്നാ പിന്നെ നമ്മൾ വാങ്ങി നോക്കാം. ഇതാ നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ. ബീൻസ് പോലെ ഉണ്ട്. അടുത്ത നമ്മുടെ പടവലങ്ങ തോരനാണ്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാണ് അന്നാണ് ചൂടാവൊന്നും വേണ്ട, പെട്ടെന്നാക്കുന്നതാണ്, ഒരുപാട് പ്രതീക്ഷിക്കൊന്നും വേണ്ട. സമയം ഒരുപാട് വൈകി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഇതിലേക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ, എളുപ്പപ്പണിയാണ്. അതെയാ? അപ്പൊ നമുക്കിത് ഒന്ന് അടച്ചു. അപ്പൊ നമ്മുടെ പടവലങ്ങ നല്ല വൃത്തി, പടവലങ്ങ വൃത്തി വെന്തിട്ടുണ്ട്. ഇനി എന്നാണ് കുറച്ച് തേങ്ങ എടുത്തത്. തീ നല്ലോണം കത്തുന്നുണ്ട്. കരിഞ്ഞു പോവുക. വെളുത്തുള്ളി, പറങ്കിപ്പൊടി ഇട്ടത്, കറിവേപ്പില സൈഡോട്ട് വെക്കണം. സൈഡ് പച്ച വെളിച്ചെണ്ണ അല്ലേ? ആയാ അതില്ലേ? അപ്പൊ ഇതും റെഡി ആയിട്ടുണ്ടേ. അപ്പൊ ഇനി ചോറ് കഴിക്കാം, വിശന്ന് നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? അപ്പൊ ഇന്നത്തെ രാത്രി അത്താഴം കഴിക്കേ. അപ്പൊ ഇന്നത്തെ കറി നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ, വറവ്, സാമ്പാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പടവലങ്ങി ചെമ്മീൻ, ഇത് മറ്റൊരു തോരൻ. ആദ്യം നമ്മുടെ പടവലങ്ങി ചെമ്മീൻ നോക്കാം. ചെമ്മീൻ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിത്തണ്ട്, ഇത് ഉള്ളിയില്ലാത്ത ടേസ്റ്റാണ്. തോരൻ വെക്കാൻ നല്ലതാണ്. സാമ്പാറിനും വേണ്ട, തോരനും മതി. എന്നാ പിന്നെ കഴിക്കട്ടെ. ഓക്കെ.